ഞാനിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖം ബീച്ചിലാണ്. ഈ ശംഖുമുഖം ബീച്ചിലും ബലിതർപ്പണത്തിനായുള്ള ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. നിരവധി പേരാണ് ഇവിടെ ബലിതർപ്പണത്തിനായി എത്തിയിട്ടുള്ളത്. കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് കടലിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമില്ല. കടലിലേക്ക് ഇറങ്ങാതെ തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഒഴുക്കിവിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ, തിരുവല്ലത്തെ പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നുണ്ട്. ശംഖുമുഖത്തെ ബലിതർപ്പണ ചടങ്ങുകളോടനുബന്ധിച്ച് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറി പാപ്പുപെട്ടനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്തൊക്കെയാണ് ഇവിടെ പൂർത്തിയായ ബലികർമ്മങ്ങളോടനുബന്ധിച്ചുള്ള നടപടികൾ? വിശ്വ ഹിന്ദു പക്ഷത്തെ വർഷങ്ങളായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് പിതൃതർപ്പണവും ബലിതർപ്പണവും നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ കാർമേട്ടം വഹിക്കുന്നുള്ള അറിവുള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ പൂജാതി കർമ്മങ്ങൾ നടത്തി വരുന്നവർക്ക് പിതൃകൾക്ക് പൂർണ്ണമായ ബലിതർപ്പണം നടത്തി തൃപ്തികരമായി വിടുന്ന ഒരു സംഘടനാ സംവിധാന രീതിയാണ് നമ്മളിവിടെ നടത്തിപ്പോരുന്നത്. അത് എന്തായാലും ഇപ്പം തന്നെ ഇപ്പം താഴെ ജില്ലാന ആൾക്കാർ ഇപ്പം ബലിതർപ്പണം നടത്തിക്കഴിഞ്ഞു. ഇനിയിപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര സ്വാമികളാണ് ഇവിടെ ഈ ഒരു ബലിതർപ്പണ ചടങ്ങിനായിട്ട് എത്തിയിട്ടുള്ളത്? ഇപ്പം നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്തിനൊക്കെ ഒരു 1800 ആൾക്കാർ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ ഹിന്ദു ഐക്യവേദിയുടെ അപ്പുറത്തുണ്ട്, ദേവസ്വം ബോർഡിനുണ്ട്. എന്തായാലും 10-30,000 അടുപ്പിച്ച് ആൾക്കാർ വന്നിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. എത്ര ബലിമണ്ഡപങ്ങളുണ്ട്? ബലിമണ്ഡപങ്ങൾ ഇവിടെ നമുക്ക് 4 മണ്ഡപങ്ങളാണ് ഇവിടെ ഇന്നത്തുള്ളത്. അതെ.
तथैव च गुरु श्वशुर बन्धूनां ये च अन्य बान्धवाहुता येने कुले लुप्तपिण्डा पुत्रधारा विवर्जिता क्रियालोभहता चैव जात्यन्त पङ्कवस्तदा विरूप आमगर्भ च ज्ञात अज्ञात कुले मम धर्मपिण्डो मया दत्तम् अक्षय उपदिष्टितु अस्सी तत्रवने घोरे कुम्भीपादे च गौरवे तेषाम् उद्धरणार्थाय इमं पिण्ड ददामः. എന്തായാലും നിരവധി ഭക്തജനങ്ങൾ ശംഖുമുഖത്ത് ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്തുന്നുണ്ട്. ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും അതുപോലെ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിലാണ് ഇവിടെ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. കടൽക്ഷോഭമൊക്കെ രൂക്ഷമായതുകൊണ്ട് തന്നെ വളരെ വലിയ സുരക്ഷാ സന്നാഹമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഭക്തജനങ്ങളൊക്കെ തന്നെ കടലിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമില്ല. അകത്തുനിന്ന് തന്നെ പുറത്തേക്ക് ബലിതർപ്പണ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഒഴുക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിട്ടുള്ള പോലീസും സുരക്ഷയും ഇവിടെ എത്തിയിട്ടുണ്ട്. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര പി വിസ്മയ, തിരുവനന്തപുരം.